നമസ്കാരം. ലോകത്തെ ഏറ്റവും മികച്ച നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിലെ മോഹൻലാൽ ഫാൻസ് പറയും അവരുടെ ലാലേട്ടനാണെന്ന് പറയും, മമ്മൂക്ക ഫാൻസ് പറയും മമ്മൂട്ടിയാണെന്ന് പറയും. ഇനി ഹോളിവുഡൊക്കെയാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രാഡ് പിറ്റെന്നോ അല്ലെങ്കിൽ ടോം ഹാങ്കെന്നോ മെർലിൻ ബ്രാൻഡോ എന്നൊക്കെ പല അഭിപ്രായം വന്നേക്കാം. എന്നാൽ നിലവിൽ ആരാണ് ഏറ്റവും മികച്ച അഭിനേതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഇന്ത്യക്കാരനൊന്നുമല്ല, അമേരിക്കക്കാരനുമല്ല, ഒരു പലസ്തീൻകാരനാണ്. ഗാസാവാസിയായിട്ടുള്ള ഒരു സാദിഖ് അൽ ജാഫ്രാവി എന്നാണ് അയാളുടെ പേര്. ഇനി അത് തന്നെയാണോ അവൻ്റെ പേര് എന്നറിയില്ല. നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ അയാളൊരു ജേർണലിസ്റ്റ് എന്ന തരത്തിലാണ് ഇവിടെ വാർത്ത കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഗാസയിലെ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ, അത് ഹമാസിൻ്റെ തന്നെ വകഭേദങ്ങളാണ് എന്ന് പറയുന്നു, അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നത്. ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ഇവൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ വാർത്ത കൊടുക്കുന്നു. അത് ഏറ്റുപിടിച്ചുകൊണ്ട് നമ്മുടെ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ ഇത് ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന തരത്തിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത വന്നത്. പക്ഷേ ഇയാൾ എന്താണ് യഥാർത്ഥത്തിൽ എന്നത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇയാളെ നമ്മൾ ആദ്യമായിട്ട് എപ്പോഴാണ് കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി വലിയ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ഏതാണ്ട് 1400ഓളം പേരെ അന്ന് തന്നെ അവർ കൊലപ്പെടുത്തി, കുറേ പേരെ അവർ പിടിച്ചുകൊണ്ടുപോയി. അന്ന് ആഹ്ലാദ സൂചകമായി തെരുവിലൂടെ ഓടി നടന്ന് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഇയാളെയാണ് ലോകം അന്ന് കണ്ടത്. എന്നാൽ 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ പിറ്റേ ദിവസം ഇസ്രായേലിൻ്റെ മിസൈലും മറ്റുമൊക്കെ വരുന്ന കണ്ടുകൊണ്ട് നിലവിളിച്ചു കൊണ്ടോടുന്ന അയാളെയും ലോകം കണ്ടു. പിന്നീട് എത്രയെത്ര വേഷങ്ങൾ, എത്രയെത്ര രൂപത്തിൽ ഭാവത്തിൽ ഇയാളെ നമ്മൾ കണ്ടു. ഇയാളിടയ്ക്ക് ഈ സന്നദ്ധ പ്രവർത്തകനാവും, ആളുകൾക്ക് രക്തം ദാനം ചെയ്യുന്ന ആളാവും, പിന്നെ യുദ്ധസമയത്ത് ഈ വാർ കറസ്പോണ്ടൻ്റ് ആവും, അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനം നടത്തുന്ന കാണാം. പല 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 വേഷത്തിൽ ഇയാളെ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇയാളെ പല വേഷത്തിൽ കാണുമ്പോൾ ചില വിദേശയാത്രയൊക്കെ നടത്തുന്ന, അതായത് മൊബൈലിനും മറ്റുമൊക്കെ ചില വിദേശയാത്രയൊക്കെ നടത്തുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പേരുണ്ട്, ജോണിക്കുട്ടൻ എന്നൊക്കെ വിളിക്കുന്ന ജോണി സിൻസ് മാത്രമാണ് ഒരുപക്ഷെ ഇത്രയേറെ വൈവിധ്യമാർന്ന വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ അയാൾക്ക് പോലും വെല്ലുവിളിയാവുന്ന തരത്തിലാണ് ഇയാൾ അത്രയേറെ വേഷം കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇയാൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത്. പക്ഷേ അതും തീർച്ചയായിട്ടും ഉടായ്പ തന്നെയാവാനാണ് സാധ്യത. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇയാൾ ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് കണ്ടേക്കാം. അങ്ങനെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് അനവധി വേഷം കെട്ടലുകൾ നടത്തി, അതിനിടയ്ക്ക് മൃതദേഹമായിട്ട് വരെ അഭിനയിക്കുന്നു. അതിനിടയ്ക്ക് അയാൾ അങ്ങനെ ഇരുന്നു കൊണ്ട് മൊബൈൽ നോക്കുന്നു, അത് ചലിക്കുന്ന കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുന്നു അത് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. പിന്നീട് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും ഇയാളെ കണ്ടിട്ടുണ്ട്, അവിടെ ഡോക്ടറായിട്ട് മറ്റുമൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഓരോ വേഷത്തിലും ഇയാളെ നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. പള്ളിവുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക സംവിധാനം തന്നെയുണ്ട്. അവിടെ അഭിനേതാക്കളായിട്ട് ആളുകളുണ്ട്, അവർക്കൊക്കെ മേക്കപ്പെടുന്നു. ചില സമയത്തൊക്കെ കുട്ടികളെയും സ്ത്രീകളെയും ഈ പറഞ്ഞ പോലെ ഗർഭിണികളെയൊക്കെ ആയിട്ട് അഭിനയിപ്പിച്ച് ഇസ്രായേൽ ചെയ്ത ക്രൂരതയാണ് എന്ന തരത്തിൽ അത് ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് എടുത്ത് ലോകത്തിലേക്ക് വിതരണം നടത്തി. അതുവഴി ഈ ലോകം മുഴുവൻ നടന്ന പിച്ചതണ്ടിയാണ് ഗാസ. ഈ 2023 ഒക്ടോബർ 7-ന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഗാസ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഇന്ന് നമുക്കറിയാം തവിട് പൊടിയാക്കി എന്നറിയാം. പക്ഷേ അതൊക്കെ അവർ അധ്വാനിച്ചുണ്ടാക്കിയതല്ല. ഇതുപോലെ കാലാകാലങ്ങളിൽ, അതായത് അവരെ കളിയാക്കി പറയുന്നുണ്ട്, 10 കാലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമ്പ് കാലത്തോ ഒക്കെയാണ് ഇവർ പോയി ഇസ്രായേലിനെ പോയി ചൊറിയും, അവരപ്പോൾ കയറി തിരിച്ചടിക്കും. അപ്പോൾ ആ ചിത്രങ്ങളും മറ്റുമൊക്കെ വെച്ചിട്ടാണ് അവർ ഇക്കാലം അത്രയും സേവ് ഗാസ എന്ന് പറഞ്ഞ് പിച്ചി എടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ലോകത്ത് മുഴുവൻ തെണ്ടിക്കൊണ്ട് നടന്നിരുന്നത്. അതിനൊക്കെ കാരണം ഇതുപോലുള്ള മികച്ച അഭിനേതാക്കൾ അവിടെ ഉള്ളതാണ്. എന്തായാലും ഇയാൾ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തയാണ് വരുന്നത്. പക്ഷേ ഉറപ്പിച്ചോളൂ, ഇയാൾ കൊല്ലപ്പെട്ടൊന്നും കാണില്ല. 2-3 ദിവസം കഴിയുമ്പോൾ മറ്റൊരു രൂപത്തിൽ ഇയാളെ നമുക്ക് കാണാം. അപ്പോൾ ഇത് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്ത നമ്മുടെ മാധ്യമങ്ങൾ തന്നെ അത് മാറ്റി പറയുന്ന കാഴ്ചയിൽ നമുക്ക് കാണാം. എന്തായാലും ലോകത്തെ ഏറ്റവും മികച്ച അഭിനേതാവ് കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത തൽക്കാലം നമ്മൾ വിശ്വസിക്കേണ്ട. കാരണം അത് പലസ്തീനാണ്, ഗാസയാണ്, ഹമാസിൻ്റെ ആളാണ്. ഇവനൊക്കെ എന്ത് ഉടായ്പും കാണിക്കും, ഏതറ്റം വരെ പോവുകയും ചെയ്യും.